ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൺ ഹബ്. അപ്പോൾ അവിടെയൊക്കെ മഴ എങ്ങനെയുണ്ട്? ഇവിടെ മഴ നല്ല ശക്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി റെസിപ്പി ആയാലോ? അതെ, നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചക്കക്കുരുവും പയറും കൊണ്ടുള്ള ഒരു തീയലാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ പ്രിപ്പറേഷൻ. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ. അതിനായിട്ട് നമ്മൾ ആദ്യമേ നമ്മുടെ പയർ വെള്ളത്തിൽ കുതിർത്തി കുക്കറിൽ വെക്കണം. അത് നന്നായിട്ട് വേവണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ചക്കക്കുരു നമ്മൾ തൊലി കളഞ്ഞെടുക്കണം. തൊലി കളയുമ്പോൾ ശ്രദ്ധിക്കുക, ചക്കക്കുരുവിൻ്റെ ഈ ഔട്ടർ ഒരു വൈറ്റ് അല്ലെങ്കിൽ സ്കിൻ കളറില്ലേ, അത് മാത്രം കളഞ്ഞാൽ മതിയേ. നമ്മുടെ ഈ ബ്രൗൺ കളർ കളയണ്ട. കാരണം അതിൽ ഹൈ പ്രോട്ടീൻ കണ്ടൻ്റ് ഉണ്ട്. അത് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ പ്രോട്ടീൻ നൽകുന്നൊരു സാധനമാണ്. അപ്പോൾ അത് നമ്മൾ കളയണ്ട കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ, കറുവപ്പട്ട, കറയാമ്പൂ, കുരുമുളക്, ജാതിപത്രി, ഏലയ്ക്ക എന്നിവ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏലയ്ക്കൊക്കെ ഒരു 2-3 മതി. അത് ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ചാണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ തന്നെ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇത്രയാണ് പൊതുവേ ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് തേങ്ങ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രൗണിഷ് കളർ വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂണും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നിങ്ങളുടെ ചോയ്സിനാണ്. മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുരുമുളക് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എരിവിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. നല്ലോണം വറുത്ത് ആ ഒരു മസാല കുത്തൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. മാത്രമല്ല, നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നതിന് മുന്നേ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നമ്മളതൊന്ന് ചൂടാറിയിട്ട് വേണം നമ്മൾ മിക്സി യൂസ് ചെയ്യാൻ. നമുക്ക് നമ്മുടെ അരപ്പൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മുടെ പയർ ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചക്കക്കുരുവിനെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ പയർ നല്ലോണം വെന്തോന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നല്ലോണം ആവണമല്ലോ, അതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് കുക്കർ മൂടിയിട്ട് നല്ലോണം നമ്മൾ വിസിൽ വരാനൊന്ന് സമ്മതിക്കണം അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. നല്ലോണം ആയെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ അരപ്പൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുഴഞ്ഞു പോവരുത്. കാരണം രണ്ടും വേവിച്ചതാണ്. അപ്പോൾ കുഴഞ്ഞു പോവാതെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മുടെ ഈ അരപ്പിൻ്റെ മിക്സ് ഒന്ന് കുറച്ച് ചൂടുവെള്ളത്തിൽ കഴുകി ഒന്ന് ഇതിലേക്ക് ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുതേ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അത് ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ചാണ്. ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കടുക് നമുക്കൊന്ന് പൊട്ടിച്ചിടാം. അതും ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ കടുക് ഇവിടെ യൂസ് ചെയ്യാത്തത്. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായ ഒരു ഡിഷാണ്. അപ്പോൾ ഇഷ്ടമായവരൊക്കെ ഇന്നത്തെ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അടിപൊളിയാണ്. മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയറും കൂടി ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.